എൻ്റെ പാർട്ടിയുടെ സമ്മേളനമാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽക്ക് പ്രവർത്തിച്ച ഏകദേശം 70 കൊല്ലക്കാലം പ്രവർത്തിച്ച ഒരു പാർട്ടിയത്. എന്നെ ഞാനാക്കിയ ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിലെങ്കിലും പങ്കെടുക്കണം. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ അറിയുന്ന, എനിക്ക് കാണേണ്ടതായ ധാരാളം സഖാക്കൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് വരും. അവരെ കാണാനും വിഷ് ചെയ്യാനും ആശയവിനിമയം നടത്താനും ഒക്കെ കൂടി ഉദ്ദേശിച്ചാണ് പൊതുസമ്മേളനത്തിൽ എത്തണം എന്നുള്ളതുകൊണ്ട് ഞാൻ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് ആരെങ്കിലും പ്രത്യേകം ക്ഷണിക്കണമെന്നില്ല. ഈ ആയിരക്കണക്കിന് ആൾ വരുന്നതൊന്നും ക്ഷണിച്ചിട്ടൊന്നുമല്ല. ഇത് പാർട്ടി പറഞ്ഞാൽ അതൊരു വികാരമാണ്. ആ വികാരത്തിന്റെ ഭാഗമാണ്. ഞാനതൊന്നും അറിയില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തറിയില്ല. അത് ഞാൻ അങ്ങ് വല്ലതും ഞാൻ നോക്കിയിട്ട് പിന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പറയാം. എപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വർത്തമാനം ഞാൻ പറയുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. ആയിക്കോട്ടെ, എന്തോ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ സെക്രട്ടറിയല്ലേ പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ശേഷം പിന്നെന്താണ് ഞാൻ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കൂല. സംസ്ഥാന കമ്മിറ്റി സാധാരണഗതി വരാറുണ്ടല്ലോ. എല്ലാ സമ്മേളനത്തിലും പുതിയ കമ്മിറ്റി വരും. 20% ആളുകളെ ഒഴിവാക്കുക ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയാണ്. 20% ഒഴിവാക്കുകയും പുതിയ 20% വരികയും ചെയ്യും. കെ കെ ശിവരാമൻ വയസ്സായി. 72-73 വയസ്സായിരുന്നു. അതെനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ വയസ്സായിട്ടുണ്ടാകുന്ന കാര്യമില്ല ഞാൻ നോക്കിയത്. പ്രവർത്തനക്ഷമത നോക്കും, കാര്യപ്രാപ്തി നോക്കും, ചെറുപ്പം നോക്കും, അവരിന്ന് ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കും. അതെല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് സാധാരണ കാഡർമാർ എടുക്കുന്നത്. എല്ലാ സമ്മേളനങ്ങളും എടുക്കണം. ഞാനും ഒരുപാട് സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്തിട്ട ആളാണ്. അതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. ഒരു സമ്മേളനത്തിൽ 20% ആളുകൾ പോകണമെന്നും പുതിയതായി വരണമെന്നും ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോക്കും പുതിയതായിട്ട് വരികയും ചെയ്തത്. അതിലൊന്നും വേറെ എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങൾ കണ്ടുപിടിക്കണ്ട. ഇല്ല, ഒരു മറുപടിയില്ല. ഇപ്പോഴുമുണ്ട്. ഞാനുണ്ടല്ലോ, ഞാനിവിടെ ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. അവരെക്കാൾ പ്രായമായി എനിക്ക്. ഞാനും എന്നാലും ഇവിടെയുണ്ട്. എന്റെ ഈ ജീവശ്വാസം നിലയ്ക്കുന്നവരെ ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ എന്നാലാകുന്നത് ചെയ്യും. വികടന സമിതി ഞാൻ ഉണ്ടായിട്ടില്ല. അതൊരു കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ സമാപന സമ്മേളനത്തിൽ വന്നല്ലോ. പിന്നെന്താ പ്രശ്നം? ഞാനല്ലല്ലോ ചെയ്യുന്നത്. അവരോടല്ലേ ഞങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ അവരോട് ചോദിക്കും പിൻവലിക്കോ ഇല്ലേ എന്നുള്ള കാര്യം അവരോട് നിങ്ങൾ ചോദിക്കും. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ, അത്രേ പറയുന്നുള്ളൂ. ഇന്ന് വരെ എന്റെ അച്ചടക്കത്തെ കുറിച്ച് ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഈ ചോദ്യം ചെയ്യാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കൂല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ അതിനൊന്നും ഒരു മറുപടി പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആ രീതിയിൽ അത് കണക്കാക്കുക. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇന്നത്തെ പൊതുസമ്മേളനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറയണമെങ്കിൽ ഞാൻ അപ്പം ചാനലിനെ വിളിച്ചറിയിക്കാം.